ഒരു സഭയിൽ കർത്തருடைய வருகை குறித்து தரிசனம் கண்டபோது കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു ദർശനം കണ്ടപ്പോൾ அவ்வளவு பேர் உள்ள சபையில 7-8 பேர் தான் பறந்து போறாங்க. അന്ന് ആ സഭയിൽ 7-8 പേരാണ് പറന്നുപോയത്. என்ன பயங்கரம்! എത്ര ഭയങ്കരം! கர்த்தராகிய இயேசுவுடைய வருகைன்னு நீங்க நினைக்கிறது ஒரு சாதாரண காரியமா நினைச்சிடாதீங்க. நான் உங்களை பயமுறுத்த விரும்பல, தெய்வீக பயத்துக்குள்ள கொண்டு போக விரும்புகிறேன். കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെന്നുള്ളത് ഒരു സാധാരണ കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളെ ഭയപ്പെടുത്തുവാൻ പറയുകയല്ല, എന്നാൽ ദൈവഭയം നിങ്ങളിൽ ഉണ്ടാകുവാൻ ഞാൻ പറയുന്നു. യേശു ക്രിസ്തു அங்கங்க இருக்கிற தகரடப்பா ஓட்ட உடைஞ்ச ஸ்டூல் இப்ப சேர பொறுக்கிறதுக்காக வரல, சம்பத்தை சேர்க்க வர்றாரு. കർത്താവായ യേശു ക്രിസ്തു തകരപ്പാട്ടെ ഒടിഞ്ഞു തൂങ്ങിയ കസേരയും മേശയും എല്ലാം കൊണ്ടുപോകാനല്ല വരുന്നത്, തന്റെ നിക്ഷേപത്തെ ചേർക്കുവാൻ അത്രേ വരുന്നത്. வாலிப சகோதரனே சகோதரியே, യൗവനക്കാരനായ സഹോദര സഹോദരി, உன்னுடைய நாட்களையும் நேரங்களையும் எதில் பயன்படுத்திக் கொண்டிருக்கிறாய்? നിന്റെ നാളുകളും സമയം നീ എന്തിനായി പ്രയോജനപ്പെടുത്തുന്നു? പഠിക്ക നേരമുണ്ട്, നിനക്ക് പഠിക്കുവാൻ സമയമുണ്ട്, തൂങ്ങുവാൻ സമയമുണ്ട്, ഉറങ്ങുവാനും സമയമുണ്ട്, ഉറങ്ങുവാൻ സമയമുണ്ട്, ഉറങ്ങുവാൻ സമയമുണ്ട്, കഴിക്കാനും സാപ്പിട സമയമുണ്ട്, ഭക്ഷണം കഴിപ്പാൻ നിനക്ക് സമയമുണ്ട്, സമയമില്ല, ജപിക്ക സമയമില്ല. എന്നാൽ ബൈബിൾ വായിപ്പാൻ പ്രാർത്ഥിപ്പാൻ നിനക്ക് സമയമില്ല. തകപ്പന്മാരെ, തായ്മാരെ, നിങ്ങൾ പരലോകத்துக்கு சென்று விட்டு உங்கள் பிள்ளைகளை நரகத்துக்கு அனுப்பி விடாதீர்கள். മാതാപിതാക്കളെ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടാതെ. ഞാൻ ചെങ്കൽപ്പെട്ടിൽ ഇരിക്കുമ്പോൾ, ഞാൻ ചെങ്കൽപ്പെട്ടിൽ ശുശ്രൂഷയിലായിരുന്നപ്പോൾ നേരത്തെ சொன்னதுപോലെ 7 പേർ പരലോകத்துக்கு നരകத்துக்கு சென்றார்கள். ഇന്നലെ പറഞ്ഞതുപോലെ 7 പേർ പരലോകത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും പോയി. நிறைய பேருக்கு நரகம்னு நேத்து சாட்சி சொன்னாங்க. சகோதரி, நான் நரகம் கேட்டு கேட்டு நரகம் தானே நினைச்சேன். இது போல நம்ம நிறைய பேர் நரகம் பரலோகம் கேட்டு கேட்டு மழுத்து போச்சு. ആദ്യം നരകത്തിലേക്ക് ചെന്നവർ നരകമാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ചിന്തിച്ച്. தப்பா சொல்றீங்க. നരകംனு കേട്ട് 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 എത്രയോ പേർക്ക് മഴുത്തു പോச்சு. നരകമെന്ന് കേട്ട് കേട്ട് പലരും ഇന്ന് മടുത്തിരിക്കുകയാണ്. കർത്തருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. நானும் கூட நரகம் ஒரிஜினல் சென்ஸ் என்னன்றதை என் கிட்ட நின்னு பார்த்ததுனால கொஞ்சம் உணர்வு எனக்கு வந்துச்சு. നരകമെന്നുള്ളത് വാസ്തവമായി ഞാൻ ഗ്രഹിച്ചത് ആ വ്യക്തികളുടെ അരികിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞത്. என்ன பயங்கரம் தெரியுமா? എത്ര ഭയങ്കരമെന്നറിയാമോ? அவர்கள் நரகத்தில் சிலர் கண்டது, சிலருடைய அடக்க ஆராதனையில் நானும் இருந்தேன். നരകത്തിൽ അവർ കണ്ട ചിലരുടെ അടക്കാരാധനയിൽ ഞാനും സംബന്ധിച്ചു. കർത്തருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. நிறைய வாலிப பிள்ளைகள் நரகத்தில் கிடக்கிறார்கள். അനേക യൗവനക്കാർ നരകത്തിൽ കിടക്കുന്നു. நரகத்திலிருந்து ഇന്റർനെറ്റ് அப்படியே വയർ ഭൂമിക്ക് வருதாம். നരകത്തിൽ നിന്ന് ഇന്റർനെറ്റിന്റെ വയർ ഭൂമിയിലേക്ക് വരികയാണ്. സമയമാറ്റി ദയచేసి கொஞ்சம் மன்னித்துக் கொள்ளுங்க. സമയമായെങ്കിലും അല്പം എന്നോട് ക്ഷമിക്കണമേ. അനേക വാലിപ്പള്ളികളുടെ നിലവരം മിகவும் ദുഃഖமான കാര്യം. അനേക യൗവനക്കാരുടെ ജീവിതം വളരെ ദുഃഖകരമാണ്. ഞാൻ കടൈസിயாக 2 இடத்துக்கு 2 സെന്റർക്ക് പ്രസംഗத்துக்கு പോയിരുന്നேன். ഞാൻ അവസാനമായി 2 സെന്ററിലേക്ക് പ്രസംഗിക്കാനായി പോയി. വാലിബ പിള്ളകളുടെ നിലവരം മിகவும் പരിതാപം. യൗവനക്കാർ കുട്ടികളുടെ ജീവിതം വളരെ ദുഃഖകരമാണ്. അനേക വാലിബ പിള്ളകൾ இந்த നരകത്തിൽ കണ്ട കാഴ്ചയെ അവർ சொன்னார்கள். അനേക യൗവനക്കാർ നരകത്തിൽ കണ്ട ആ കാഴ്ചകൾ പ്രകാരം വിവരിച്ചു. നരകத்துக்கு പോയി പരലോകத்துக்கு പോയിട്ട് വന്ന പിറகு, നരകത്തിലും സ്വർഗ്ഗത്തിലും പോയതിന് വന്നതിന് ശേഷം எனக்கு ஒரு வாரம் ஜுரம் வந்துருச்சு. എനിക്ക് ഒരാഴ്ച പനി പിടിച്ചു. ഉண்மையாகவே எனக்கு ஒரு பயம் வந்துச்சு. വാസ്തവത്തിൽ എന്നുള്ളിൽ ഒരു ഭയമുണ്ടായി. കർത്താവേ, ഇவ்வளவு പേർ നരകத்துக்கா? കർത്താവേ, ഇത്ര പേർ നരകത്തിലേക്കോ? ഇவ்வளோ ജനങ്ങൾ നരകத்துக்கு പോകുகிறார்களே. കർത്താവേ, ഇത്രയും പേർ ഇത്ര ജനങ്ങൾ നരകത്തിലേക്ക് പോകുന്നല്ലോ. ഒരു குறிப்பிட்ட ഒരു വിശ്വാസി പിള്ള നരകത്തിൽ இருக்கிறது. ഒരു പ്രത്യേക വിശ്വാസി കുട്ടിയെ നരകത്തിൽ കണ്ടു. അപ്പോൾ இந்த சகோதரி இயேசுவோடு கூட நரகத்துக்கு செல்லுகிறது. ഈ സഹോദരി യേശുവിനോട് കൂടെ നരകത്തിലേക്ക് പോവുകയായിരുന്നു. இயேசுவை பார்த்து அந்த பிள்ளை கேக்குது நரகத்தில் இருந்து. യേശുവിനെ കണ്ട് ആ കുട്ടി നരകത്തിൽ നിന്ന് ചോദിക്കുകയാണ്, അൻപുള്ള ദേവനെ ഞാൻ കേട്ടിരിக்கிறேன், എന്റെ സ്നേഹമുള്ള ദൈവമേ എന്ന് ഞാൻ വിളിച്ചിരിക്കുന്നു. ഇറക്കമുള്ള കേട്ടിരിக்கிறேன், ആ കരുണയുള്ള ദൈവമേ എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. എങ്ക അപ്പാ അമ്മ പരലോകത്തിൽ ഇരിക്കறாங்க, എന്നെ நீங்க നരകത്തിൽ போட்டுருக்கீங்க. എന്റെ അപ്പനും അമ്മയും സ്വർഗ്ഗത്തിലിരിക്കുന്നു, നീ എന്തുകൊണ്ട് എന്നെ നരകത്തിൽ ഇട്ടിരിക്കുന്നു? அப்பொழுது இந்த போன இந்த சகோதரி ஆண்டவரிடத்தில் கேட்டதாம், ஏன் ஆண்டவரே என்று கேட்டதாம். അപ്പോൾ യേശുവിനോട് കൂടെ നരകത്തിലേക്ക് പോയ ഈ സഹോദരിയും ചോദിച്ചു, കർത്താവേ, ഇതിന് എന്താണ് കാരണം? ഉടനെ കർത്തർ சொன்னாராம், ഇവൾ யார் என்று நான் உனக்கு காட்டுறேன். ഉടനെ കർത്താവ് പറഞ്ഞു, ഇവൾ ആരെന്ന് ഞാൻ ഇപ്പോൾ നിന്നെ കാണിച്ചു തരാം. வாழ்க்கை எப்படி இருந்ததுன்னு ஒரு സ്ക്രീനിൽ സിനിമ ഓടുന്നത് പോലെ ദേവൻ കാട്ടിനാറാം. ഈ നരകത്തിൽ കിടന്ന് ഇങ്ങനെ ചോദിച്ച വ്യക്തിയുടെ ആ പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയെന്ന് ഉടനെ സ്ക്രീനിൽ കർത്താവ് അവളെ കാണിച്ചു. അവർ ഒരു വിശ്വാസി പിള്ളை, അവൾ ഒരു വിശ്വാസി പെൺകുട്ടി. ஆனா அந்த பிள்ளை ஒரு காலேஜுக்கு போகும்போது பஸ்ல போகுது, காலேஜ் பஸ்ல போகுது. എന്നാൽ ഈ കുട്ടി കോളേജ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ அப்போ ஒரு சினிமா போஸ்டர் அது பாக்குது. അപ്പോൾ ഒരു സിനിമ പോസ്റ്റർ കണ്ടു. ഒരു തടവ് പാക്കുது, അടുത്ത നാൾ പാക്കുது, பார்த்து കടസിലെ സിനിമ பார்த்து ജീവിതത്തെ നഷ്ടപ്പെടുത്തിച്ചു. ഒരു പ്രാവശ്യം കണ്ടു, പല പ്രാവശ്യം കണ്ട്, അവസാനം സിനിമ കണ്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. திடீரென்று ஒரு ஆக்சிடென்ட்ல அந்த பிள்ளை மரிச்சிச்சு.
പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ആ കുട്ടി മരിച്ചുപോയി. அதையும் தேவன் அப்படியே காட்டுகிறார். അതും ദൈവം അങ്ങനെ തന്നെ കാണിച്ചു. இவள் மனம் திரும்ப இவளுக்கு சமயம் இல்ல. ഇവൾക്ക് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് സമയം ലഭിച്ചില്ല. திடீரென்று மரித்து நரகத்துக்கு போய் சேர்ந்தாள். പെട്ടെന്ന് മരിച്ച് അവൾ നരകത്തിൽ ചെന്ന് ചേർന്നു. அப்படியே കണ്ണീരോട് ஆண்டவரை பார்த்து கதறுகிறார்கள். അവൾ നരകത്തിൽ കിടന്ന് കണ്ണുനീരോട് കർത്താവിനെ നോക്കി കരയുകയാണ്. எல்லாரும் நரகத்திலிருந்து கேக்குறது என்ன தெரியுமா? എല്ലാവരും നരകത്തിൽ കിടന്ന് ചോദിക്കുന്ന എന്തെന്നറിയാമോ? ஒரு சான்ஸ் கொடுங்க, ഒരു അവസരം കൂടെ തരിക, ஒரு സമയം கொடுங்க. இந்த நரகத்திலிருந்து ஒரு சான்ஸ் கொடுங்க, பூமியில போய் நாங்க உண்மையா இருப்போம். ഒരു അവസരം കൂടെ തരിക, ഞാൻ ഭൂമിയിൽ പോയി വിശ്വസ്തയായിരിക്കാം. அநேகர் கேக்குறது இதுதான். എല്ലാവരും ചോദിക്കുന്നത് ഇത് തന്നെയാണ്. இவள் மேல் இரக்கமாயிருந்து கத்துறாங்க. നിങ്ങൾ കരുണയുള്ള ദൈവമല്ലേ? எனக்கு தெரிஞ்ச ஒரு நபர் நரகத்தில் இருக்கிறார். എനിക്കറിയാവുന്ന ഒരു വ്യക്തി നരകത്തിലുണ്ട്. ஆண்டவரை பார்த்து கதறுகிறார். ആ ദൈവത്തെ നോക്കി താൻ കരയുകയാണ്. இந்த குறிப்பிட்ட நபரை பார்த்து சொல்லுகிறார், ആ വ്യക്തിയെ നോക്കി കർത്താവ് പറയുകയാണ്, நீ போய் சொல்லு, இந்த இடத்துக்கு ஒருத்தர் வர வேண்டாம்னு சொல்லு. നീ പോയി പറക, ഇനിയും ആരും ഈ നരകത്തിലേക്ക് വരാൻ പാടില്ല. என்னுடைய பெருமைனாலும் என்னுடைய கோபத்தினாலும் தான் நான் இந்த இடத்துக்கு வந்தேன். എന്റെ നെകളത്താലും എന്റെ കോപത്താലും ഞാൻ ഈ നരകത്തിൽ വന്നു. அப்படியே சொல்லி அழுது கொண்டிருக்கும், மூக்குல வாயில இருந்து புழு வருது, மறுபடியும் அப்படியே விழுந்துட்டாரு. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂക്കിലും വായിൽ കൂടെ എല്ലാം പുഴു വന്നു. അങ്ങനെ വീണ്ടും വീണു പോവുകയാണ്. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. எவ்வளவு பயங்கரமான காரியங்கள் நடந்து கொண்டு இருக்கிறது. എത്രയോ ഭയാനകമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. இன்னைக்கு பாருங்க, செல்போன்ல வச்சிட்டு எல்லாம் டச்ல தான் போயிட்டு இருக்குது உலகம். ഇപ്പോൾ സെൽഫോൺ വെച്ച് എല്ലാവരും ടച്ച് ചെയ്ത് ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. நிறைய பேர் கூட டச்சோட தான் இங்க உட்கார்ந்து இருக்காங்க. ഇപ്പോൾ പലരും ഈ ടച്ച് ഫോണും കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. தேவனோடு உனக்கு டச் இல்ல. എന്നാൽ ദൈവത്തോട് നിനക്ക് ടച്ച് ഇല്ല. தேவனோடு இணைப்பு இல்ல. ദൈവത്തോട് ബന്ധമില്ല. போன் பாவம் அல்ல. ഫോൺ പാപമല്ല. ஆனா அது ஒரு எல்லைக்கு மேல நீங்க உபயோகப்படுத்தினா அதுவே உங்களை നരകத்துக்கு கொண்டு போயிடும். എന്നാൽ അത് ഒരു അതിരിനപ്പുറം നിങ്ങൾ ഉപയോഗിച്ചാൽ അത് നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകും. போன் யூஸ் அதோட ஸ்டாப். ഫോൺ യൂസ് അതോടെ അവസാനിക്കും. மேல எல்லையை தாண்டக்கூடாது. അതിര് കടന്നു പോകാൻ പാടില്ല. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. அசுத்தமான காரியங்களை போன்லயும் டிவிலயும் செல்போன்லயும் பார்த்து தங்களுடைய ஜீவியத்தை கரைப்படுத்துகிறார்கள். എത്രയോ മ്ലേച്ഛകരമായ കാര്യങ്ങൾ സെൽഫോണിലും ടിവിയിലും കണ്ട് ജീവിതത്തെ മനുഷ്യർ നഷ്ടപ്പെടുത്തുകയാണ്. கர்த்தராக இயேசுவினிடத்தில் பிதாவாகிய தேவன் பிச்சைக்காரனை போல கேட்டுக்கிட்டு இருக்கிறார். പിതാവായ ദൈവത്തിന്റെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു ഒരു പിച്ചക്കാരനെ പോലെ യാചിക്കുകയാണ്. இந்த சத்தத்தை கேட்கிற ஒருவரும் நரகத்துக்கு போக கூடாது. ഈ ശബ്ദം ശ്രവിക്കുന്ന ആരും നരകത്തിൽ ചെന്ന് ചേരരുത്.